ക്ഷേമത്തിനും ശമ്പളത്തിനും പണത്തിനായി നട്ടം തിരിയുമ്പോഴും വീണ്ടും കേരളീയം ആഘോഷിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പൊതുജന വികാരമുയരുന്നു. കോടികൾ ചെലവഴിച്ച് കഴിഞ്ഞ തവണ കേരളീയം ആഘോഷിച്ചതിന്റെ വരവ് ചെലവ് കണക്കുകൾ ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. 11 കോടി രൂപ സ്പോൺസർമാർ കൊടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടെങ്കിലും MV ഗോവിന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ വീണ്ടും ഹാപ്പിനെസ് വരികയാണ്. കേരളീയം പരിപാടി ഹാപ്പിനെസ്സാണ്. ഈ മനുഷ്യൻ്റെ ഹാപ്പിനെസ്, സന്തോഷം, അത് സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ജീവിക്കാൻ കാശില്ലെങ്കിൽ എന്ത്, ജനങ്ങൾക്ക് സന്തോഷത്തിന് ഒരു കുറവും പാടില്ലെന്നാണ് സർക്കാർ നയം. ക്ഷേമ പെൻഷൻ കുടിശ്ശിക കിട്ടാത്തവർക്കും ശമ്പളവും പെൻഷനും സമയത്തിന് കിട്ടാത്തവർക്കുമെല്ലാം സന്തോഷിക്കാൻ വീണ്ടും കേരളീയം വരുന്നുണ്ട്. കേരളീയം നടത്തിയിട്ടും തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയതാണ്. തോറ്റിട്ടും പഠിക്കുന്നില്ല. ഈ കോടികളെ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ ഇടതുപക്ഷം ഒന്നും കൂടെ ഉഷാറാവുമായിരുന്നു. ഭാരിച്ച ജീവിത ചെലവുകളുടെ കാലഘട്ടത്തിൽ ഇതുകൊണ്ടുള്ള ഗുണം അവർ വ്യക്തമാക്കട്ടെ. കഴിഞ്ഞ കേരളീയം കൊണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടായിട്ട് നമ്മൾ അറിവില്ല. അതുകൊണ്ട് സാധാരണക്കാരൻ്റെ ഒരു ഗുണം ലഭിച്ചിട്ടില്ല. അധ്വാനിക്കുന്ന ജീവനക്കാരായ KSRTC ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളം ആദ്യം തരട്ടെ. മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായ രീതിയിൽ നൽകിയാൽ നമ്മൾ ഹാപ്പിയാണ്. ശമ്പളവും പെൻഷനും കൃത്യമായി കിട്ടാത്ത KSRTCക്കാരെ കേരളീയം നടത്തിയാലൊന്നും സന്തോഷിപ്പിക്കാനാകില്ല. പണമില്ലാതെ അടുപ്പ് പുകയില്ല. മരുന്നിന് പോലും കൈനീട്ടേണ്ട അവസ്ഥ. സർക്കാരിനെ ആശ്രയിച്ച് കഴിയുന്നവരുടെ അവസ്ഥ ഇതൊക്കെയാണ്. പക്ഷേ ഡിസംബറിൽ കേരളീയത്തിന്റെ 2ാം എഡിഷൻ നടത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആഘോഷത്തിന് കോടികൾ പൊടിക്കാനൊരുങ്ങുന്ന സർക്കാർ ജനങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാനുണ്ടെന്നോ? 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. ഇതിനായി 4500 കോടി രൂപ വേണം. സപ്ലൈകോയ്ക്ക് 13 സബ്സിഡി സാധനങ്ങളും വാങ്ങിവയ്ക്കാൻ പണമില്ല. 1425 കോടി രൂപ സർക്കാർ കൊടുക്കാനുണ്ട്. നെല്ല് നൽകിയ കർഷകർക്ക് 614 കോടി രൂപ നൽകണം. KSRTCക്ക് കൃത്യമായി ശമ്പളം നൽകാൻ മാസം 50 കോടി രൂപ സർക്കാർ കൊടുക്കണം. ജീവിക്കാനായി ഇങ്ങനെ കുറെ ജനവിഭാഗങ്ങൾ പാടുപെടുമ്പോൾ കേരളീയം ആഘോഷിക്കുന്നതിന് ദൂർത്തെന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ തവണ സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്തു കൂടിയായിരുന്നല്ലോ കേരളീയത്തിന്റെ ആഘോഷങ്ങൾ. എന്നിട്ടും കണക്കുകൾ മാത്രം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ആദ്യ വർഷം കേരളീയം ആഘോഷിക്കാൻ 27 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരുന്നു. ഇതുകൂടാതെ 11.47 കോടി രൂപ സ്പോൺസർമാരിലൂടെ സർക്കാർ കണ്ടെത്തി. പക്ഷേ ഈ പണം ആർക്കൊക്കെ എന്തിനൊക്കെ ചെലവഴിച്ചെന്ന് വിവരാവകാശ പ്രകാരം ചോദിച്ചെങ്കിലും PRD മാത്രം മറുപടി നൽകി. സ്പോൺസർ പണം മാത്രമാണോ കേരളീയത്തിന് ചെലവഴിച്ചത്, അതോ ഖജനാവിൽ നിന്ന് അനുവദിച്ച 27 കോടി രൂപയും ദൂർത്തടിച്ചോ? കണക്കുകൾ പുറത്തു പറയാൻ മടിക്കുമ്പോൾ സർക്കാരിന് ഒളിക്കാനുണ്ടെന്ന സംശയം സ്വാഭാവികം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.